ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ സംശയം? അവൻ വളരെ നിഷ്കളങ്കനും നല്ലവനുമാ മോളെ. നീ എത്രയും വേഗം അവനെ കണ്ട് മാപ്പ് പറയണം. മിസ്റ്റർ രാജു അല്ലേ? ആ അതെ. ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വന്നതാ. ആയിക്കോട്ടെ. അല്ല, നിങ്ങളാരാ? ഞാൻ അരുൺ, ഇത് ശങ്കർ, അത് ഗോപു. അല്ല, പക്ഷേ നിങ്ങളെന്തിനാ എന്നെ പരിചയപ്പെടുന്നത്? പരിചയപ്പെടണമല്ലോ, നമ്മള് ബന്ധുക്കളാവും പോവല്ലേ. ബന്ധുക്കളോ? ആരുടെ ബന്ധുക്കള്? റിയയുടെ ബന്ധുക്കള്. ഞങ്ങള് റിയയുടെ ചേട്ടന്റെ ഫ്രണ്ട്സാ. റിയോ? ആരാ റിയ? റിയ അറിയില്ലേ? നിന്റെ കാമുകി. അത് ശരി, ചൊറിയാൻ വന്നാണല്ലേ. വേറെ ആളെ നോക്ക്. എനിക്കിപ്പോ തീരെ നേരമില്ല. കൈയെടുക്ക. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ടേ ഞങ്ങള് പോവും. കൊണ്ടുപോകാൻ വന്നാണല്ലേ? അതേടാ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയില. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അടി വാങ്ങിയ ആയുഷ്കാലം നിങ്ങൾ ഉഴിച്ചിലും വീഴ്ചയിലായിട്ട് കിടക്കേണ്ടി വരും. നിങ്ങളെ വേറെ ആളെ നോക്ക്. നീ വലിയ ഹീറോ ആവേണല്ലേടാ? അല്ലടാ, നീറോ എന്ന് കേട്ടിട്ടില്ലേ? പഴയൊരു ചക്രവർത്തി നീറോ. എന്താ നീ ഇതൊന്നും കേട്ടു നോക്കടാ. എന്റെ ഹസ്ബൻഡ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ സഹോദരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് ശിക്ഷയും നൽകാം. മതിയായോടാ. സുഹൃത്തെ, ഞാനും എന്റെ വൈഫും തമ്മില് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പിണങ്ങിയിരിക്കുക. ആ സിറ്റുവേഷൻ നിങ്ങൾ മുതലെടുക്കരുത്. വാങ്ങിയ കാശിനുള്ള പണി ഞങ്ങൾ എടുക്കണ്ടടാ. ഇപ്പൊ നീ തീരുന്നതാണ് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടത്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവാ. മാഡം കാണാതെ പോയതിനാ. ദൈവം മാപ്പ് തരട്ടെ. ഞാൻ മാഡത്തെ എന്ന് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. സ്വന്തം മോളെ സ്വയം പരിചയപ്പെടുത്തേണ്ടി വരുന്ന ഒരു ഗതികെട്ട അമ്മയാ ഞാൻ. അതെ മോളെ, മോളുടെ അമ്മയാ ഞാൻ. അമ്മ, എനിക്ക് അമ്മയെ ഉടനെ കാണണം. കാണാം മോളെ. ഇതുവരെ അമ്മ എന്നെ കാണാതെ മാറി നടന്നത് എന്തുകൊണ്ടാ? അത് എന്റെ മോൾക്കൊരാപത്തും വരരുതെന്ന് കരുതിയിട്ടാ. അതൊക്കെ ഒത്തിരി കഥകളുണ്ട് മോളെ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ ഇപ്പൊ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ.
നീ എന്തിനാ രാജുനോട് ഇങ്ങനെ പിണങ്ങുന്നേ? ഇത്രയും നല്ലവനായൊരു ചെറുപ്പക്കാരനെ നിനക്ക് വേറെ കിട്ടില്ല. അവൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അമ്മ, അവന് നിന്നോട് പ്രണയം മാത്രമേ ഉള്ളൂ. നീ ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. നീ വായിച്ച് തെറ്റിദ്ധരിച്ച് ആ ലെറ്റർ എഴുതിയത് അവനല്ല. അത് നിങ്ങളെ ചതിക്കാൻ വേണ്ടി ആരോ ചെയ്തതാ. നീ ഇത്ര മണ്ടിയാണോ? ആ കത്തിലെ കൈപ്പട നീ ശ്രദ്ധിച്ചിരുന്നോ? അമ്മ, അത് രാജു എഴുതിയതല്ല മോളെ. രാജു നിനക്കായി എഴുതിയ കത്ത് ആരോ മാറ്റിയതാ. അമ്മ, രാജു കത്തെഴുതി നേരിട്ട് എനിക്ക് തന്നത്. അതാ പറഞ്ഞത് അത് ചതിയാന്ന്. ഏതെങ്കിലും ഒരു ഭർത്താവ് തനിക്ക് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് ലെറ്റർ എഴുതോ? അവൻ കുറെ നാളായി നിന്നോടുള്ള പ്രേമം പറയാൻ നടക്കുന്നു. പക്ഷെ നീ പറയിപ്പിച്ചിട്ട് വേണ്ടേ? ഒടുവില് നിന്നോട് അവനുള്ള പ്രേമം പറയാൻ അവൻ എഴുതിയ ലെറ്റർ അത്. ഇതിന്റെയും പിന്നിൽ അംബികയായിരിക്കും. ആ വീട്ടിൽ ആരെങ്കിലും അംബികയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നുണ്ടാവും. അവര് ചെയ്ത ചതിയാ ഇത്. നിന്നെ കല്യാണം കഴിക്കാൻ അവന് നിന്റെ അച്ഛന്റെ അനുവാദം ഉണ്ടായിരുന്നു. നിന്റെ അമ്മയുടെ അനുവാദം കൂടി അവൻ വേണമെന്ന് ആഗ്രഹിച്ചു. അത് തെറ്റാണോ മോളെ? അമ്മ, അപ്പൊ ഞാൻ എന്റെ രാജുവിനെ തെറ്റിദ്ധരിച്ചതാണോ? എന്താ സംശയം? അവൻ വളരെ നിഷ്കളങ്കനും നല്ലവനുമാ മോളെ. നീ എത്രയും വേഗം അവനെ കണ്ട് മാപ്പ് പറയണം. അല്ലമ്മേ, പ്രിയാന്ന് പറഞ്ഞ ഒരു സ്ത്രീ രാജുവിനെ എപ്പോഴും വിളിക്കുമായിരുന്നു. അകലേ